മലയാളി യുവതി കുവൈറ്റിൽ വീട്ടുതടങ്കലിൽ. തിരുവനന്തപുരം ചിറയിൻകീഴ് അഞ്ചുതെങ്ങ് സ്വദേശി അനുവാണ് തടങ്കലിൽ. 2 ലക്ഷം രൂപ നൽകാതെ യുവതിയെ വിട്ടു നൽകാനാവില്ലെന്ന് ട്രാവൽ ഏജൻസി ഭർത്താവ് പ്രിൻസിനെ വിവരമറിയിച്ചു. യുവതിയുടെ പാസ്പോർട്ടും അനുബന്ധ രേഖകളും ട്രാവൽ ഏജൻസി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് യുവതി വിദേശത്തേക്ക് പോയത്. കുവൈറ്റിൽ വനിതാ ടൈലർ ആയി ജോലി വാഗ്ദാനം നൽകിയിരുന്നു. അവിടെ എത്തിയ ശേഷമാണ് ചതി മനസ്സിലായത്. പറഞ്ഞുറപ്പിച്ച ജോലിക്ക് പകരം വീട്ടുജോലിയിലാണ് പ്രവേശിപ്പിച്ചത്. ചെയ്യാൻ പറ്റില്ലെന്ന് തർക്കിച്ചെങ്കിലും 1 മാസം ജോലി ചെയ്ത ശേഷം തിരിച്ചയക്കാമെന്ന് ട്രാവൽസുകാർ ഉറപ്പു നൽകി. അങ്ങനെ ആ ജോലിയിൽ പ്രവേശിച്ചു. 1 മാസം പിന്നിട്ടപ്പോൾ ജോലി ചെയ്ത വീട്ടിലെ ഡെസ്ക് കാലിൽ വീണ് നീര് വെച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉയർന്ന ഡോസ് മരുന്ന് നൽകി. അങ്ങനെ ശരീരമാകെ നീര് പിടിച്ചു. ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. കാലുകളിൽ പ്ലാസ്റ്ററും ഇട്ടു. വിശ്രമം നൽകാതെ മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും നിവർന്നു നിൽക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു അനു. ജോലി ചെയ്ത 2 വീട്ടുകാരും ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം നൽകിയിരുന്നുള്ളൂ എന്ന് പ്രിൻസ് മലയാളി വാർത്തയോട് പറഞ്ഞു. യുവതി കിടപ്പിലായതോടെ സ്പോൺസർ ട്രാവൽ ഏജൻസിക്ക് യുവതിയെ കൈമാറി. ട്രാവൽ ഏജൻസി യുവതിയെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. 1 മാസത്തെ ശമ്പളവും നൽകി. 11 ദിവസത്തെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭാര്യ വീട്ടുതടങ്കലിലാണെന്ന വോയിസ് മെസ്സേജ് ഭർത്താവിന് അയച്ചു. തിരിച്ചു കയറ്റിവിടണമെങ്കിൽ 2 ലക്ഷം രൂപ നൽകണമെന്ന് സ്പോൺസർ ആവശ്യപ്പെട്ടു. അതോടെ പ്രിൻസ് ട്രാവൽ ഏജൻസിയെ സമീപിച്ചെങ്കിലും അവർ കൈമലർത്തി. അതോടെ സ്ഥലം MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ വി ശശിയെ വിവരമറിയിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെയും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും 32 മണിക്കൂറിനുള്ളിൽ യുവതിയുടെ മോചനം സാധ്യമാക്കുകയും ചെയ്തു. നാളെ പുലർച്ചെ 1 മണിയോടുകൂടി യുവതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്ന് ഭർത്താവും ബന്ധുക്കളും അറിയിച്ചു. 2 ലക്ഷം രൂപ വേണമെന്ന ആവശ്യം സ്പോൺസർ പിൻവലിക്കുകയും ചെയ്തു. യുവതിയുടെ ഭർത്താവ് പ്രിൻസും ബന്ധുക്കളും 1 മാസമായി യുവതിയെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. പ്രിൻസ് സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് അനുവിനെ നാട്ടിലെത്തിക്കുന്നത്. ടിക്കറ്റിന് 18,500 രൂപ ചെലവായി. കുവൈറ്റിൽ പോകുന്നതിന് 30,000 രൂപ ചെലവായി. നാട്ടിൽ തയ്യൽ ചെയ്ത് ജീവിക്കുകയായിരുന്നു അനു. കുവൈറ്റിൽ നല്ല ശമ്പളം വാഗ്ദാനം ചെയ്താണ് ട്രാവൽ ഏജൻസി വിസ നൽകിയത്. എന്നാൽ അതിനു പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് പ്രിൻസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.